സൗണ്ട് ക്ലിയർ ആണല്ലേ? കേൾക്കുന്നുണ്ട് ശ്രീ അഖിൽ. ഓക്കെ. അപ്പൊ ഈ വിഷയത്തില് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട എ സമ്പത്ത് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു, രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നത് അതാരാണ് ഇവിടെ കാണിച്ചതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് രജിസ്റ്ററുടെ നടപടിയിൽ നിന്നും വളരെ വ്യക്തമാണ്. നമുക്കറിയാം, ഗവർണർ ചാൻസലറായിട്ടുള്ള ഗവർണർ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ മുതലാണ് CPM-ന് ഗവർണർ കണ്ണിലെ കരടായി മാറുന്നത്. നമുക്കറിയാം, സർവകലാശാലയിലെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളും ആ സർവകലാശാലയിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അമിതമായിട്ടുള്ള ഇടപെടലും അതിന്റെ ഭാഗമായിട്ടുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കുകയും അതോടൊപ്പം തന്നെ ഏകദേശം സ്ഥിര അധ്യാപക നിയമനത്തിൽ ഏകദേശം 30-40% സ്ഥിര അധ്യാപക നിയമനം നടക്കാനിരിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള നിയമനങ്ങളെ സംബന്ധിച്ചും സർക്കാർ കൊടുത്തിട്ടുള്ള ധനസഹായവും അതിന്റെ വിനിയോഗത്തെ സംബന്ധിച്ചുമുള്ള റിപ്പോർട്ടുകൾ അദ്ദേഹം ഗവർണറായതിനു ശേഷം ആദ്യം വന്നതിന് ശേഷം അദ്ദേഹം ഈ റിപ്പോർട്ടുകൾ ചോദിച്ചപ്പോൾ മുതലാണ് സർക്കാരിന് ആരിഫ് മുഹമ്മദ് ഖാനോട് കാണിച്ചതുപോലെ തന്നെ നിലവിലെ ഗവർണറോടും ഇതേ സമീപനം കൊണ്ടുപോകാൻ സാധിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്, ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിഷയം, ഭാരതാംബ വിഷയം ഇങ്ങനെ നിലനിൽക്കണമെന്ന് CPM ആഗ്രഹിക്കുന്ന, സർക്കാർ ആഗ്രഹിക്കുന്നത്? കാരണം കേരളത്തിലെ നേരത്തെ ഇവിടെ കോൺഗ്രസ് പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ പല വിഷയങ്ങളുമുണ്ട്. ആ വിഷയങ്ങൾ ഈ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. ആ വിഷയങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ആ വിഷയങ്ങൾ മറച്ചു വെക്കുവാൻ വേണ്ടി സർക്കാരും CPM-ഉം നടത്തുന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഭാരതാംബ വിഷയം ഉണ്ടാകുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട സമ്പത്ത് പല ചിത്രങ്ങളും ഇവിടെ ഉയർത്തി കാണിക്കുണ്ടായി. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. അത്തരത്തിലുള്ള ഭാരതാംബ ചിത്രങ്ങളെ സെർച്ച് ചെയ്ത് എടുത്തുകൊണ്ട് ഈ ചർച്ചയിൽ വരാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ മനസ്സിന് ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പോ സങ്കല്പങ്ങളുണ്ട്, പല ആളുകൾക്കും സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങളെ തിരിച്ചറിയാനും അംഗീകരിക്കാനുമുള്ള ഒരു മനോഭാവം ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സർക്കാരുകൾക്കും ഉണ്ടാവണം. നമുക്കറിയാം, ഭാരതത്തിന്റെ ഓരോ ജനങ്ങളുടെയും, ഭാരതത്തിലെ കോടാനുകോടി ജനങ്ങൾ ഹൃദയത്തിലേറ്റുന്നതാണ് ഭാരതാംബ സങ്കല്പം. ആ സങ്കല്പത്തെ താങ്കൾ തള്ളിപ്പറയുന്നുണ്ടോ? ആ സങ്കല്പത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ ഭാരതത്തിൽ ജീവിക്കുന്ന, ഭാരതത്തെ സ്നേഹിക്കുന്ന, ഭാരതത്തെ പെറ്റമ്മയായും പിറന്ന നാടായി കരുതുന്ന ഓരോ ഭാരതീയനും ആ സങ്കല്പത്തെ തള്ളിക്കളഞ്ഞു മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അപ്പൊ ചിത്രത്തിന്റെ ഭാഗമല്ല അവിടെ. നേരത്തെ CPM പ്രതിനിധികൾ എവിടെയാണ് കാവിക്കൊടി പ്രശ്നമാകുന്നത്? ആ കാവിക്കൊടി പിടിച്ചിട്ടുള്ള ആ ഭാരതാംബയുടെ ചിത്രത്തിൽ 2020 ഇതേ രജിസ്ട്രാർ പങ്കെടുത്തിട്ടുള്ള ശ്രീ അയ്യപ്പൻ കോളേജിൽ പങ്കെടുത്തിട്ടുള്ള ചിത്രങ്ങൾ ഇപ്പൊ പുറത്തു വരികയാണ്. അന്ന് അദ്ദേഹത്തിന് ഭാരതാംബയുടെ ചിത്രവും അല്ലെങ്കിൽ അതൊരു ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയാണ്, അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കാൻ പാടില്ല, അങ്ങനെ പ്രദർശിപ്പിച്ച ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാജാവിനേക്കാൾ കൂടുതൽ രാജഭക്തി കാണിക്കുന്നത് രജിസ്ട്രാറാണ്. അദ്ദേഹം CPM-ന്റെ ചട്ടുകമായി മാറുകയാണ്, സർക്കാരിന്റെ ചട്ടുകമായി മാറുകയാണ്. ഇവിടെ പല കാര്യങ്ങളും മറച്ചുവെക്കാനായിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ്, ഞാൻ കോട്ടയത്തു നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ ആ പ്രദേശത്തുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ദുരവസ്ഥ അനുഭവിച്ചിട്ടുള്ള ആളുകൾ നിരവധിയാണ്. അവിടെ ആ പൊളിഞ്ഞ കെട്ടിടം, പഴയ കെട്ടിടം, 68 വർഷങ്ങൾ പഴക്കമുള്ള ഒരു കെട്ടിടമാണെന്ന് ആരോഗ്യമന്ത്രി പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു ഇടിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഒരു കെട്ടിടം അവിടെ നിന്നും പൊളിച്ചു മാറ്റി ജനങ്ങളുടെ അല്ലെങ്കിൽ രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ആരാണ്? സർക്കാരാണ്, ആരോഗ്യ വകുപ്പാണ്. അപ്പൊ ഈ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ മറച്ചു വെക്കണം, അതിവിടെ ചർച്ച ചെയ്യാൻ പാടില്ല. ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന ഈ പുഴുക്കുത്തുകളെ തിരിച്ചറിയാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ അത് മറച്ചു വെക്കുവാൻ വേണ്ടിയിട്ടുള്ള സമീപനമാണ് ഭാരതാംബ വിഷയത്തിലൂടെ ഇവിടെ ഉയർത്തിക്കാണിക്കുന്നത്. പൊതുജനങ്ങൾ തിരിച്ചറിയണം. ജനാധിപത്യ രാജ്യമാണ് ഈ കേരളത്തിലെ എല്ലാ ആളുകൾക്കും അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഈ സർക്കാരിന്റെ ഈ നാടകം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിഷയം ഉയർത്തിക്കൊണ്ട് അത് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമായിട്ടാണ് എനിക്ക് ഇതിനകത്ത് സൂചിപ്പിക്കാനായിട്ട്.